ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ കമ്മികളും കൊങ്ങികളും അധികാരത്തിൽ കയറുന്നത് തന്നെ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചിട്ടാണ്. മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങിയാണ് അവർ അധികാരത്തിൽ കയറുന്നത്. കയറിക്കഴിഞ്ഞാലോ ആ പ്രീണനം യാഥാർത്ഥ്യമാക്കാൻ ഇവർ നിർബന്ധിതരാണ്. കാരണം അവരുമായി ചില ടൈപ്പ് നമ്മൾ കർണാടകയിൽ സിദ്ധരാമയ്യ ചെയ്തത് കണ്ടില്ലേ? ഞങ്ങളാണ് നിങ്ങളെ വിജയിപ്പിച്ചത്, അതുകൊണ്ട് ഇത്ര വകുപ്പുകൾ ഞങ്ങൾക്ക് തരണം. ഒരു ചോദിച്ചത് അത്രയും പ്രധാനപ്പെട്ട വകുപ്പുകളായിരുന്നു, വിദ്യാഭ്യാസം ഉൾപ്പെടെ ആരോഗ്യം ഉൾപ്പെടെ. അപ്പൊ ആര് ഭരിക്കണം, എങ്ങനെ ഭരിക്കണം, എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുമെന്നായിരുന്നു സിദ്ധരാമയ്യയോട് മുസ്ലിം നേതൃത്വം കർണാടകയിൽ പറഞ്ഞത്. അപ്പോ നമ്മുടെ ഈ കേരളം ഇവര് ഭരിച്ചത് എങ്ങനെയാണെന്നും ആർക്കു വേണ്ടിയാണെന്നും ഇതിന് പിന്നിൽ ഇവർക്കുള്ള അജണ്ടകൾ എന്തായിരുന്നെന്നും കൃത്യമായി നമുക്കറിയാം. അത് തന്നെയാണ് ഈ മുസ്ലിം പ്രീണനത്തിന്റെ നാൾ വഴികളിലൂടെ ഈ കേരളക്കരയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, സമരങ്ങൾക്കെതിരായ കേസുകൾ പിൻവലിക്കാൻ ഇവര് ഈ സാഹചര്യത്തിൽ എന്തിനാണ് CAA പൊക്കിപ്പിടിച്ചു കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവർക്ക് പല വിഷയങ്ങളും ഒളിക്കാനുണ്ട്, മറയ്ക്കാനുണ്ട്. അഭിമന്യുവിന്റെ കേസ് ഫയൽ കാണാനില്ല, ഒളിക്കണം. മകളുടെ മാസപ്പടി വിവാദം ഒളിക്കണം. ലൈഫ് മിഷൻ ലാവ്ലിൻ ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും തിരിച്ചുവിടണം. സിദ്ധാർത്ഥനെ SFIക്കാർ ക്രൂരമായി മർദ്ദിച്ചു കൊല ചെയ്തത് ഒളിക്കണം. ഇന്തിഫാദയുടെ പിന്നിൽ ജഡ്ജായിരുന്ന ഷാജിയെ ക്രൂരമായി കൊന്നത്, മർദ്ദിച്ചത്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ നിന്നും ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ തെറ്റിക്കുന്നതിന് വേണ്ടി ഇവര് കണ്ടെത്തിയ ഒരു ചൂണ്ടയാണ് CAA. മുസ്ലിം വികാരം മാക്സിമം ഇളക്കി വിടുക, അതാണ് ലക്ഷ്യം. ശബരിമല പ്രക്ഷോഭങ്ങളിൽ സർക്കാരിന്റെ അക്രമാസക്തമായ CAA വിരുദ്ധ സമരങ്ങൾക്കെതിരായ കേസുകൾ പിൻവലിക്കാൻ അനുമതി നൽകിയ സർക്കാർ ശബരിമല യുവതി പ്രവേശനത്തിനെതിരായ ഹൈന്ദവ സമൂഹം ഒന്നാകെ നടത്തിയ സമാധാനപരമായ സമര പ്രക്ഷോഭങ്ങളിലേക്ക് കേസുകൾ തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമിട്ടുള്ള നീക്കം വിശ്വാസികളുടെ മനസ്സുകളിലും മുറിവാകും. അതായത് CAA പിന്നിൽ മുസ്ലിങ്ങൾ അവരുടെ വൈകാരികതകളെ ആളിക്കത്തിച്ച് പ്രകോപനപരമായ പ്രതിഷേധങ്ങളും പൊതുമുതൽ നശിപ്പിച്ചു മുന്നേറുമ്പോൾ അവർക്കെതിരെ കേസുകളില്ല. പൂഞ്ഞാറ് നമ്മൾ കണ്ടില്ലേ, 27 കാക്കാക്കുട്ടികൾ ഉണ്ടായിട്ട് 10 പേര് പ്രായപൂർത്തിയാകാത്തവരുണ്ടായിട്ട് ആരുടെയെങ്കിലും പേരോ ഊരോ കേസോ നമ്മൾ കണ്ടോ FIRൽ? ഉണ്ടാവില്ല. കാരണം മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചേ മതിയാകൂ. ഇപ്പോ അഭിമന്യുവിന്റെ കേസ് ഫയൽ നഷ്ടപ്പെടുത്തിയത് ആരെ രക്ഷപ്പെടുത്താനാ? ഇത് തന്നെ കാര്യം. ശബരിമലയിൽ ആചാര സംരക്ഷണത്തിനായി തെരുവിൽ നാമജപയാത്രകൾ നടത്തേണ്ടി വന്ന ഹൈന്ദവ വിശ്വാസികൾക്കെതിരെ എടുത്ത 8000-ഓളം കേസുകൾ ഇന്നും തുടരുകയാണ്. 16,000-ലധികം പേരെ കേസുകളിൽ കുടുക്കി സംസ്ഥാന സർക്കാർ പ്രീണന രാഷ്ട്രീയത്തിന്റെ വക്താക്കളാവുകയായിരുന്നു. സമാധാനപരമായി സമരം നടത്തിയിട്ടും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിരവധി കേസുകളെടുത്തു. ശബരിമല പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ എല്ലാ കേസുകളിലും പ്രതിയേർത്ത് ശശികല ടീച്ചറും SGR കുമാറും അടക്കം നൂറുകണക്കിന് ഹൈന്ദവ സംഘടനാ നേതാക്കളുടെ സമരവീര്യം കെടുത്താനുള്ള വൃഥാശ്രമവും നടന്നു. ശബരിമല കർമ്മസമിതി ദേശീയ ജനറൽ സെക്രട്ടറി SGR കുമാറിനെതിരെ ചുമത്തിയത് 800-ഓളം കേസുകളായിരുന്നു. 1200-ലധികം പേർ ജയിലിലടക്കപ്പെട്ടു. ആചാര സംരക്ഷണത്തിന് പോരാട്ടത്തിനിറങ്ങിയ ഹൈന്ദവ സമൂഹത്തിനെതിരായ കേസുകൾ തുടരുമ്പോൾ ഇസ്ലാം മത വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ തീവ്ര സ്വഭാവമുള്ള സംഘടന അടക്കം നടത്തിയ അക്രമ സമരങ്ങളിലെ കേസുകളാണ് സർക്കാർ പിൻവലിക്കുന്നത്. മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാനും ഹിന്ദു സമൂഹത്തെ അധിക്ഷേപിക്കാനുമാണ് ശ്രമമെന്ന് SGR കുമാർ കുറ്റപ്പെടുത്തി. ക്രമസമാധാനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളെ, അതുപോലെ അത്തരം സമരങ്ങളെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലും കൂടാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ തീർത്തും ഇത് ഒരു മതന്യൂനപക്ഷത്തെ, നമുക്കറിയാം CAA സമരം ആരാണ് നടത്തിയെന്നൊക്കെ നമുക്കറിയാവുന്ന വിഷയമാണ്, ഞാനത് പറയുന്നില്ല. പക്ഷെ അത്തരം ആളുകളെ പ്രീണിപ്പിച്ചുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് സമാഹരിക്കുക എന്നുള്ളതാണ് കേരള സർക്കാരിന്റെയും പോലീസിന്റെയും നടപടി. ഹിന്ദു സമൂഹത്തെ, പ്രത്യേകിച്ച് ശബരിമല വിശ്വാസികളെ വെല്ലുവിളിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയം കാളിക്കത്തുക തന്നെ ചെയ്യും. ഇത് എല്ലാ മനുഷ്യരും, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ 16,000 പേരുടെ മനസ്സിൽ തീ കത്തുന്ന വിഷയമാണ് ശബരിമല കേസുകൾ. അതിൽ എത്രയോ പേരുടെ ജോലി നഷ്ടപ്പെട്ടു, എത്രയോ പേരുടെ വീടുകൾ തകർത്തു. ഈ രീതിയിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിന്റെ, അതായത് മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരിന്റെ
പൂർണ്ണ തോൽവിക്ക് വേണ്ടി ശബരിമലയിലെ എല്ലാ ഭക്തന്മാരും പ്രവർത്തിക്കുന്നു ഞാൻ പറയുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇടതു സർക്കാർ വീണ്ടും ന്യൂനപക്ഷ പീഡനവുമായി എത്തിയിട്ടുള്ളത്. CAA വിരുദ്ധ സമരങ്ങളിൽ 835 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഭൂരിഭാഗവും പിൻവലിക്കപ്പെടും. അപ്പോഴും ആചാര സംരക്ഷണത്തിന് പോരാടിയ വിശ്വാസ സമൂഹം നീതി നിഷേധിക്കപ്പെട്ട് അതായത് ഈ മതേതര ജനാധിപത്യ ഭാരതത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കു മാത്രം കൊമ്പും തുമ്പിക്കൈയുമുണ്ട്. അവർക്ക് ഈ കേരളത്തിൽ എന്തും ചെയ്യാം. അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും നിയമം പറ്റുന്നില്ല. നിയമം ഭയന്ന് പിന്മാറി നിൽക്കുന്നു. അവർക്കെതിരെ ദുർബലമായ വകുപ്പുകൾ ചുമത്തപ്പെടുമ്പോൾ വേറെ ഒരു മതവിഭാഗം അവരുടെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പൊതുരംഗത്തിറങ്ങിയാൽ അവരിൽപ്പെട്ട വലിയ ഒരു വിഭാഗം ആളുകളെ കേസിൽ അകപ്പെടുത്തുകയാണ്. വളരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തുകയാണ് അവർക്കെതിരെ. ഒന്നും രണ്ടുമല്ല, ഒരാൾക്കെതിരെ തന്നെ 800-ലധികം കേസാണെങ്കിൽ ശേഷിക്കുന്ന കാലം മുഴുവൻ ഈ കേസിന്റെ പിന്നാലെ നടക്കാനല്ലേ ആ പാവത്തിന് പറ്റൂ. അവർക്ക് എങ്ങനെയാണ് ജോലി ചെയ്ത് കുടുംബം പുലർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? അങ്ങനെ വരുമ്പോൾ ഇനി ആരെങ്കിലും ഈ രൂപത്തിലുള്ള സമരമുഖത്തേക്ക് ഇറങ്ങുമോ? ഈ രൂപത്തിലുള്ള ആചാരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും മതനിയമങ്ങളെ കാക്കുന്നതിന് വേണ്ടിയും ഇവരാരെങ്കിലും രംഗത്തിറങ്ങാൻ തയ്യാറാകുമോ? കടക്കു പുറത്ത് എനക്കറിയില്ല ഇതൊക്കെ പറഞ്ഞ് ഇനിയും അധിക നാള് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇന്നലെ ശോഭാ സുരേന്ദ്രന്റെ ഒരു പ്രഭാഷണം കേരളക്കര മുഴുവനും കേട്ടു. അത് വൈറലായി. ഡോ കിളവ, എന്നോട് വല്ലാതെ കളിക്കരുത്. അരയിൽ കെട്ടിയ അരഞ്ഞാണത്തിന്റെ കഥയടക്കം എനിക്കറിയാം. അത് ഞാൻ എടുത്തു പുറത്തിടും എന്നവര് പറഞ്ഞു. കേരളത്തെ ഇനിയും അധിക നാൾ വഞ്ചിക്കാനും പറ്റിക്കാനും നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. പ്രസ് മീറ്റ് നടത്തി സുരേന്ദ്രൻ പറഞ്ഞു, CAA വിഷയം നിങ്ങൾ ആളിക്കത്തിക്കുന്നതിന് പിന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ നിങ്ങൾക്കുള്ളൂ. അതെല്ലാവർക്കും അറിയാം. പല വിഷയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഊരി രക്ഷപ്പെടാനുണ്ട്. നിങ്ങളുടെ മുഖം രക്ഷിക്കാനുള്ള വെറും ഒരു മറ മാത്രമാണ് നിങ്ങൾക്ക് CAA പ്രക്ഷോഭം. ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് ജനങ്ങൾ തന്നെ ശക്തരാണെന്ന് പ്രതികരിക്കാൻ പിണറായി വിജയൻ, അയാളെ ആരാണ് വിജയൻ എന്ന് ചോദിച്ചാൽ അയ്യോ വിജയൻ എന്ന് പറഞ്ഞു പോയി. അയാൾക്ക് ആ പേര് വിളിക്കാൻ തന്നെയല്ലേ ഇട്ടത്? പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദി എന്ന് പറയുമ്പോഴില്ലാത്ത എന്ത് കുഴപ്പമാണ് പിണറായി വിജയനെ വിജയൻ എന്ന് പറയുമ്പോഴുള്ളത്? അല്ലല്ലോ. ആരാണ് ഈ പിണറായി വിജയൻ? പിണറായി വിജയന് മാത്രം എന്താണ് ഈ ഒരു ഹൈപ്പർ ആയിട്ടുള്ള പദവി? വിജയനോടൊന്നും ചോദിക്കാൻ പാടില്ല. വിജയനോട് ചില ചോദ്യങ്ങൾ മാത്രമേ പറയുള്ളൂ. വിജയൻ എല്ലാരെയും വിരട്ടാനുള്ള അധികാരമുള്ള ഒരാളാണ്. ഇതിന് ഇപ്പൊ എന്റെയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പലപ്പോഴും കേൾക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളെ വീട്ടിൽ നിന്ന് പലപ്പോഴും ആളുകൾ പറയുന്ന കാര്യമുണ്ട്, ഈ പത്രക്കാർ ഉമ്മൻചാണ്ടിയെ വളച്ചിട്ട് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും ഉമ്മൻചാണ്ടിയോട്. അതെ, വളരെ സില്ലിയാണെന്ന് തോന്നുന്ന, ഒരു കാരണവശാലും ഉമ്മൻചാണ്ടിയെ പോലെ ആള് ചോദിക്കേണ്ടതില്ലാത്ത സർവ്വ ചോദ്യങ്ങളും ചോദിക്കും. ഈ ചോദ്യങ്ങൾക്കൊക്കെ ആ മനുഷ്യൻ മറുപടി പറഞ്ഞിട്ട് ഒരു നാട്യവുമില്ലാതെ കടന്നു പോകും. പക്ഷേ പിണറായി വിജയനോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കും എന്ന കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പുലർത്തുന്ന ഒരു സെൽഫ് സെൻസർഷിപ്പ് ഉണ്ട്. എന്തിനാണ് അങ്ങനെ? ആരാണ് ഈ പിണറായി വിജയൻ? പിണറായി വിജയന് മാത്രം എന്താണ് ഈ ഒരു ഹൈപ്പർ ആയിട്ടുള്ള പദവി എന്നുള്ള ചോദ്യമില്ല. പഴയ കാലത്തെ മാധ്യമ പ്രവർത്തകരുണ്ട്. ഇപ്പൊ EMS-നോട് നിങ്ങൾ വിൽക്കുമോ എന്ന് ചോദിച്ചൊരു മാധ്യമ പ്രവർത്തകരുണ്ട്. അതാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ അതാണ് ജനാധിപത്യപരമായ ഊറ്റം എന്നാണ് ഞാൻ അതിനെ കാണുക. അങ്ങനെ ചോദിക്കുക തന്നെ വേണം. പുതുതായിട്ട് പരിചയപ്പെട്ട ഒരു പുതിയ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിൽക്കുവോ അത് ചോദിച്ചപ്പോൾ EMS അദ്ദേഹത്തിന്റെ തർക്കുത്തരം പറഞ്ഞു, സംസാരിക്കുമ്പോ വിൽക്കാറുള്ളൂ. അത് അദ്ദേഹത്തിന്റെ മഹത്വം, അദ്ദേഹത്തിന് അങ്ങനെ പറയാം. പക്ഷെ അദ്ദേഹത്തോട് അങ്ങനെ ചോദിക്കാനുള്ള ആർജവം, പിണറായി വിജയനോടുള്ള എല്ലാ ചോദ്യങ്ങളും സെൻസർ ചെയ്തിട്ട് മാത്രമേ നമ്മുടെ പത്രക്കാർ ചോദിക്കുള്ളൂ. അയാൾ ഇങ്ങനെ ഭയപ്പെടുന്ന ആരാണ്? നമ്മുടെ പത്രക്കാരെ, പഴയ പത്രത്തിലെ കുലപതികളായിട്ടുള്ള തിരുവനന്തപുരത്തുകാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഇപ്പോഴും ഓർമ്മ വരുന്നത് പലപ്പോഴും എനിക്ക് മാത്രമായിരിക്കില്ല, ഈ പറയുന്ന എന്റെയൊക്കെ തലമുറയിലെ പലർക്കും ഓർമ്മ വരും. കാരണം അങ്ങനെ ഒരു റിസർവേഷൻ കാറ്റഗറി ഉണ്ടോ? അല്ല, റിസർവ് ചെയ്തൊരു സ്ഥാനം. വിജയനോടൊന്നും ചോദിക്കാൻ പാടില്ല. വിജയനോട് ചില ചോദ്യങ്ങൾ മാത്രമേ പറയുള്ളൂ. വിജയൻ എല്ലാരെയും വിരട്ടാനുള്ള അധികാരമുള്ള ഒരാളാണ്. ഇതിനെയാണ് ഫാസിസം എന്ന് പറയുക. നിങ്ങളെ ഒരു ചമ്മട്ടി കൊണ്ട് നിയന്ത്രിക്കാൻ, കയ്യിലൊരു ചമ്മട്ടി എടുത്തിട്ടല്ല, മുസോളിനിയുടെ കയ്യിൽ ചമ്മട്ടി ഉണ്ടായിരുന്നു എന്ന് മുസോളിനിയുടെ ഏറ്റവും വലിയ ശത്രു പോലും പറഞ്ഞിട്ടില്ല.
ഹിറ്റ്ലറുടെ കയ്യിലും ഒന്നും ഉണ്ടായിരുന്നില്ല. അയാള് ഈ പറയുന്ന ഒരായുധവും ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് ലോകം രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അവരുടെ കയ്യിൽ അദൃശ്യമായ ചമ്മട്ടികൾ ഉണ്ടായിരുന്നു. അവര് വാസ്തവത്തിൽ ഈ ജനാധിപത്യ വിരുദ്ധമായ ഫാസിസത്തിന്റെ സർക്കസിലെ റിംഗ് മാസ്റ്റർമാരായിരുന്നു. അങ്ങനെ ഫാസിസ്റ്റ് സർക്കസിലെ റിംഗ് മാസ്റ്റർ സ്ഥാനം പിണറായി വിജയന് കൽപ്പിച്ചു കൊടുത്ത ഒരു CPM ഉണ്ടായി വന്നു. അത് വാസ്തവത്തിൽ അതിന്റെ ദീർഘപ്രക്രിയ ഒക്കെ ഉണ്ട്. ഇപ്പൊ അടുത്ത ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഏതോ യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ടായിരുന്നു, VS അച്യുതാനന്ദന്റെ കാറിൽ കയറാനുള്ള അനുമതി കിട്ടുന്നതിന് വേണ്ടി വിഷണ്ണനായിട്ട് പുറത്ത് കാത്തു വെക്കുന്ന ഈ പിണറായി വിജയനെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അല്ലാതെ ഈ പിണറായി വിജയനെ ഏതാണ്ട് സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള പൊതുപ്രവർത്തനമൊന്നുമില്ല. എപ്പോഴാണ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് രാഷ്ട്രീയം തുടങ്ങുന്നത് വെച്ചാൽ 1989 ശേഷമാണ്. 1989 മാത്രമാണ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് 89 ഡിസംബറിലോ മറ്റോ 90 മാത്രമേ വരുള്ളൂ. ഇത്രയും കൊല്ലം കൊണ്ട്. അതാണ്. നേരെ മറിച്ച് ഈ പറയുന്ന ഈ പത്രക്കാര് തുറന്ന് സംസാരിക്കുന്ന ഈ മനുഷ്യന്മാരെല്ലാം തന്നെ പിണറായി വിജയനേക്കാൾ സീനിയർ ആയിരുന്നു തിരുവനന്തപുരത്തെ ഈ പറയുന്ന പൊതുപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ. പിന്നെ എങ്ങനെ വിജയന് മാത്രം ഈ പ്രത്യേക പദവി അനുവദിച്ചു കൊടുക്കുന്നതിലേക്ക് കേരളത്തിലെ ഈ സർവ്വ സംവിധാനങ്ങളും, കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക ലോകം, കേരളത്തിലെ എവിടെയൊക്കെ എന്തെല്ലാം ഉണ്ടോ എല്ലാം തന്നെ ഒരു മനുഷ്യനെ വിപ്പനുസരിച്ച് അങ്ങനെയാണല്ലോ പഴയ ഭാഷയിൽ പറയാം, ഒരു മനുഷ്യന്റെ വിപ്പിന് വഴങ്ങുന്ന തരത്തിൽ എങ്ങനെ മാറിത്തീർന്നു എന്നതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതിന്റെ പുറത്ത് സംഭവിച്ചതാണ് TP ചന്ദ്രശേഖരന്റെ കൊലപാതകം. പിണറായി വിജയന്റെ വിപ്പിന് കേരളം വഴങ്ങുന്നുണ്ടായിരുന്നില്ലെങ്കിൽ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടില്ല. പിണറായി വിജയന്റെ വിപ്പിന് കേരളം വഴങ്ങുന്നുണ്ടായിരുന്നില്ലെങ്കിൽ ഈ കല്യോട്ടെ ഈ പറയുന്ന ചെണ്ട കൊട്ടി നടന്നിരുന്ന 2 ചെറുപ്പക്കാർ കൊല്ലപ്പെടില്ല. പിണറായി വിജയന്റെ വിപ്പിന് കേരളം വഴങ്ങിയിരുന്നില്ലെങ്കിൽ ഈ പറയുന്ന വട്ടിയൂർക്കാവിലെ കുപ്രസിദ്ധമായ കൊലപാതകം നടക്കുമായിരുന്നില്ല. ഈ പറയുന്ന ഇപ്പോഴെല്ലാവരും വളരെ ഖേദത്തോടെ പറയുന്ന ഈ പറയുന്ന സിദ്ധാർത്ഥന്റെ കൊലപാതകം നടക്കുകയില്ല. കേരള യൂണിവേഴ്സിറ്റിയിലെ കലോത്സവം ഇങ്ങനെ നടക്കുമായിരുന്നില്ല. കേരളത്തിലെ ക്യാമ്പസുകളിൽ മുഴുവൻ ഇടിമുറികൾ ഉണ്ടാകുമായിരുന്നില്ല. ഇത് മുഴുവൻ ഉണ്ടായത് ആളുകളെല്ലാം പറയുന്നുണ്ട്. അത് എനിക്ക് തീർച്ചയായിട്ടും യോജിക്കാനാവാത്ത കാര്യമാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്ന എല്ലാ കാലത്തും ഇങ്ങനെയാണ് എന്ന ആളുകൾ പറയാൻ ഇപ്പോഴും ഈ സൗകര്യം ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ അല്ലാത്തൊരു കമ്മ്യൂണിസത്തെ എനിക്ക് പരിചയമുണ്ട്. അതായത് സത്യസന്ധമായി തനിക്കറിയുന്ന വസ്തുതകൾ നിർഭയം തുറന്നു പറയാൻ എങ്ങനെയാണ് ഈ കേരളക്കരയിലെ ക്യാമ്പസുകളിൽ ഇടിമുറികൾ ഉണ്ടായത്, എങ്ങനെയാണ് ക്രൂരമായ മർദ്ദനങ്ങൾക്ക് യുവാക്കൾക്ക് ധൈര്യമുണ്ടാകുന്നത്, കൂട്ടത്തിൽ ഒരുത്തനെ അടിച്ചു കൊന്നു 3 ദിവസം വരെ ഭക്ഷണമോ വെള്ളമോ കൊടുക്കാതെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കാൻ എങ്ങനെയാണ് ഇവർക്ക് ധൈര്യമുണ്ടാകുന്നത് എന്നതിന്റെ മറുപടി ഈ മനുഷ്യന്റെ പ്രഭാഷണത്തിലുണ്ട്, ഈ മനുഷ്യന്റെ മൂർച്ചയേറിയ വാക്കുകളിലുണ്ട്. അതെ, ഇതൊന്ന് പറഞ്ഞു കിട്ടാനാണ് കേരളം കാത്തിരിക്കുന്നത് സുഹൃത്തുക്കളെ. നന്ദി.